ഹലോ യെസ് മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ പ്രകാശനും കാർത്തികയൊക്കെ വിക്രമത്തിനെ കാണുകയാണ് ജയിലിൽ ചെന്ന്. ആ സമയത്ത് വിക്രത്തിനോട് നമ്മുടെ കാർത്തിക പറയുന്നുണ്ട് ഇനി ടെൻഷനൊന്നും അടിക്കാനില്ല എന്നൊക്കെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പ്രകാശം പറയുന്നുണ്ട് ഇനി വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ ഇനി ഒരു ഉടായ്പിനും പോയേക്കരുതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കാർത്തികയ്ക്കാണ് എന്താ വല്ല പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പ്രകാശം പറയാം അല്ല പ്രശ്നമൊന്നും ഉണ്ടാക്കിയെന്നല്ല മാഡം പറയുന്നത്, ഇങ്ങോട്ട് ഉപദ്രവിക്കുമ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാവുമല്ലോ, അതുപോലും വേണ്ടാതെ ഞാൻ പറയുമായിരുന്നു എന്ന് പറയണം കേട്ടോ. അപ്പോൾ കാർത്തിക പറയണം അതൊന്നും സാരമില്ല, ഞാൻ എന്തായാലും പുറത്ത് വെക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോളാം പറയുവാണ്. അപ്പോഴത്തേക്കും പ്രകാശം പറയുകയാണ് നീ എത്രയും പെട്ടെന്ന് ഇറങ്ങണടാ മോനെ, നമ്മൾ ആഗ്രഹിച്ചൊരു ജീവിതം നമുക്ക് കിട്ടാൻ പോകാമെന്ന് പറയണം കേട്ടോ. പിന്നെ പുറത്തെത്തി കഴിയുമ്പോഴത്തേക്കും കാർത്തിക പ്രകാശനോട് പറയണം അമ്മ വീട് പണി കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടിരിക്കുക, ഇവിടെ എന്തായാലും ഒരു വാടക വീടല്ലാണ്ട് സ്വന്തമായിട്ടൊരു വീട് പണിയാൻ നോക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ആൾക്കാരെ സെറ്റാക്കി തരാമെന്ന് പറയുമ്പോൾ അത് വേണ്ട, നമ്മുടെ കമ്പനിയുടെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത ആൾക്കാരാണ് ചെയ്യുന്നത്, എനിക്കിവിടെ ഒരു ആൾക്കാരെ പരിചയമുണ്ടെന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറയാം മോളുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും ആട്ടെ. എന്നിട്ട് കാർത്തിക വാക്ക് കൊടുക്കുകയാണ് കേട്ടോ, ഇനി വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, വിക്രത്തിനെ പുറത്തിറക്കാം, എന്ത് തേജസ് അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അവൻ എൻ്റെ അനിയനല്ലേ എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രകാശന് ഭയങ്കര സന്തോഷമാണ്. പ്രകാശം പിന്നെ ഓരോരോ മനക്കോട്ടകളൊക്കെ കിട്ടുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും പ്രകാശം പറയുകയാണ് നേരെ മോളെ അവനെ പുറത്തിറക്കണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഒന്നും കൂടെ ജീവിക്കാൻ, മോളുടെ അമ്മ ഇങ്ങ് വരട്ടെ, അമ്മ ഇവിടെ വന്ന് നിൽക്കട്ടെ, വീടൊക്കെ പണിയട്ടെ, അങ്ങനെ എല്ലാം നല്ല രീതിയിൽ തന്നെ പോട്ടെ എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ കാർത്തിക നമ്മുടെ കല്യാണിയുടെ വീട്ടിൽ ചെല്ലുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ മനോഹർ അങ്ങനെ അപ്പുറത്തെ വീട്ടിലോട്ട് നോക്കി നിൽക്കുമ്പോഴത്തേക്കും കാർത്തിക ഇറങ്ങി പോകുന്നതാണ് കേട്ടോ. ആ സമയത്ത് രാഹുൽ അവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇനി ഇവളെയും വായി നോക്കുവാണോ, ഇനി ഇത് ഏതാണോ, അത് അവരുടെ വീട്ടിൽ വന്നവളാടാ, അങ്ങ് അവർ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ ചങ്കിടിച്ച് പറിക്കുമെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും മനോഹർ ചോദിക്കാം പുറകിൽ നിന്ന് കാണാൻ നല്ല സ്ട്രക്ചറാണ്, ഇനി ഫ്രണ്ടിൽ നിന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ലോ, എന്തായാലും മോളിൽ പോയി നോക്കാം, കൂടുതൽ കാണാമെന്ന് പറയുമ്പോഴത്തേക്കും രാഹുൽ ഇതൊക്കെ കേട്ട് ദേഷ്യം വരുവാണ്. രാഹുൽ പറയുന്നുണ്ട് എന്നാലും നിന്നെ ഇതുവരെ എൻ്റെ മോക്കും എൻ്റെ ഭാര്യയ്ക്കും മനസ്സിലായില്ലല്ലോ എന്ന് പറയുമ്പോൾ മനോഹർ പറയാണ് കൂടുതൽ മനസ്സിലാവാതിരിക്കുന്നതല്ല, കാരണം മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെപ്പറ്റി മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ താര നിങ്ങളുടെ കാമുകിയാവും, പിന്നെ സരയു നിങ്ങളുടെയും താരയുടെയും മകളാവും, ശാരി ആരും അല്ലാണ്ടാവും, പിന്നെ ഇവിടെ ഉള്ളതിലും കൂടുതൽ വട്ടാവും ഇവിടെ ഉള്ളവർക്കെന്നൊക്കെ പറയുന്നുണ്ടോ. ഇതൊക്കെ കേൾക്കുന്ന രാഹുലിന് ഭയങ്കര ദേഷ്യവും കളിയും വരുന്നുണ്ട്. ആ സമയത്ത് മനോഹർ പറയണേ നിങ്ങളോട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല, മോളിൽ പോയി നോക്കട്ടെ, നല്ലതാണെങ്കിൽ ഇനി അതിനെ സെറ്റാക്കാമല്ലോ, അതിനെയും കൂടെ കെട്ടാലോ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാർത്തിക കല്യാണിയുടെ വീട്ടിൽ ചെല്ലുകയാണ്. കല്യാണി വാതിലൊക്കെ തുറന്ന് അകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കിരണും ഉണ്ട് കേട്ടോ. എന്നിട്ട് അവർ പറയുന്നുണ്ട് മാഡത്തിനെ നോക്കിയിരിക്കുമായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ദീപി അങ്ങ് വരും കേട്ടോ. പറയും മോക്കുള്ള ഫുഡ് ഉണ്ടാക്കുമായിരുന്നു, മോൾ കറക്റ്റ് സമയത്ത് തന്നെ വന്നല്ലോ എന്നൊക്കെ പറയുക. എന്നിട്ട് സമയം എന്തായാലും 12:30 കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാമെന്ന് പറയുന്ന സമയത്ത് കാദംബരിയും വരുന്നുണ്ട് കേട്ടോ. കാദംബരിയും ഇവർ ക്ഷണിച്ചതാണ് കറക്റ്റ് സമയത്ത് വരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവർ മേഡം എന്ന് കാർത്തികേനെ വിളിക്കുമ്പം കല്യാണിയോട് കാർത്തിക പറയും എന്നെ ചേച്ചിന്ന് വിളിച്ചാൽ മതിയെന്നും ദീപയോട് എന്നെ മോളേന്ന് വിളിച്ചാൽ മതിയെന്നും പറയുകയാണ് കേട്ടോ. പിന്നെ അവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും കൺസ്ട്രക്ഷൻ്റെ പണി എത്രയും പെട്ടെന്ന് ചെയ്തു തരണമെന്ന് കാർത്തിക പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കിരൺ പറയുന്നുണ്ട് ഒരു നല്ല പ്ലോട്ട് കിട്ടിയാൽ ഉടനെ അത് കാണിച്ച് ഏറ്റവും നല്ല രീതിക്ക് തന്നെ മാഡത്തിനുള്ള വർക്ക് ചെയ്തു തരും, ഇൻറ്റീരിയർ കല്യാണി അതിലും കിടുവായിട്ട് തന്നെ ചെയ്തു തരും എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ കാദംബരി പറയുന്നുണ്ട് അത് നേരാ, ഇവിടെ നിന്ന് പോയ ഒരു ക്ലയൻറ്റും ഒരു ചെറിയ കുറ്റം പോലും പറഞ്ഞിട്ടില്ല, അത്രയും സന്തോഷത്തോടുകൂടി തന്നെയാണ് അവരുടെ പ്രോപ്പർട്ടിയിൽ കയറി താമസിക്കുന്നതെന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ദീപയ്ക്കും ഭയങ്കര സന്തോഷമാണ്. ഫുഡൊക്കെ വളരെ നല്ലതാണെന്നൊക്കെ കാർത്തിക പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന കാർത്തിക തിരിച്ച് വീട്ടിൽ ചെല്ലുവാണ്. വീട്ടിൽ ചെന്ന് ഡയറി എഴുതുവാണ്. ഡയറി എഴുതിയപ്പം ഇന്ന് രണ്ടാനമ്മയും മക്കളുടെയും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ച കാര്യവും അവർ വളരെ സ്നേഹമുള്ളവരാന്നൊക്കെ പറഞ്ഞ് എഴുതുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പ്രകാശൻ്റെ അമ്മ മുത്തശ്ശി അങ്ങ് കയറി വരുവാണ്. മുത്തശ്ശി അങ്ങ് കയറി വന്നിട്ട് പറയുകയാണ് മോക്കുള്ള കാപ്പിയും കൊണ്ട് വന്നതാ, ആ ഓമനേനെ ഇനി ഇവിടെ നിർത്തണോ, പറഞ്ഞു വിട്ടാലോ, ചെറിയൊരു അഹങ്കാരം പോലെ, പിന്നെ വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല, ഞാനാ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്, മോളോടൊരു കല്യാണിയെ പറ്റി പ്രകാശം പറഞ്ഞിട്ടില്ലേ, അവളുടെ അമ്മേനെയൊക്കെ ഞാനാ പഠിപ്പിച്ചു കൊടുത്തത്, അതുകൊണ്ട് എന്താ മോളെ അവൾക്ക് കിരൺ എന്ന് പറയുന്ന ഒരു വായി നോക്കി കിട്ടി, ഇപ്പം നല്ലൊരു ജീവിതം കിട്ടിയില്ലേ, അങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ ഈ പുള്ളിക്കാരിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറ്റം പറയുവാണ് ഓമന ചേച്ചീനെ കേട്ടോ. ആ സമയത്ത് കാർത്തി പറയുന്നുണ്ടോ അയ്യോ അമ്മേ പറഞ്ഞു വിടാൻ പറ്റത്തില്ല, ആ ചെന്നൈ മുതൽ കൂടെ ഉള്ളതാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പയ്യെ അങ്ങ് പോകാൻ തുടങ്ങാൻ നേരത്ത് മുത്തശ്ശി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. ഇനി ഇവളെ വിശ്വസിക്കാവോ അതോ ഇനി ഇതുപോലെ വന്ന് സഹായിക്കാൻ വന്നവളുമാരെ പോലെ ഇവളും പണിയോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ഇല്ലായിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.